ഹായ്, സമയം ഉച്ചയായേ. അപ്പം നോക്കുമ്പോൾ നല്ല വിശപ്പ്. രാവിലെ ഉണ്ടല്ലോ മറ്റേ പാല് വെച്ചിട്ട് കഴിക്കുന്ന ഒരു സാധനം മുസ്ലിം, അത് കുറേ ധാന്യങ്ങളുള്ള ഒരു സംഭവം, അതാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഇപ്പം കേട്ടോ. കുടൽ കത്തുന്നുണ്ട്. വീട്ടിൽ മുകളിൽ നല്ല കോഴിമുട്ട താറാമുട്ടയുണ്ട്. അപ്പം അത് പുഴുങ്ങി തിന്നിട്ട് ഒരു പരിപാടി നോക്കാം. തൽക്കാലം ഒരു ആശ്വാസം അതായിരിക്കും. നല്ല നേരെ വീട്ടിലേക്ക് വിടാം. നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ടാ. മക്കളെന്തല്ലോ എല്ലടാ ഇതെന്നാ പരിപാടി? ഇതെന്നാ പരിപാടി? എന്നാ പോപ്പാ എല്ലാം കൂടി കച്ചരയാക്കി വെച്ചനി. അച്ചു ഇങ്ങോട്ട് വയ്ക്കാ. ഇതാരീ കച്ചരയൊക്കെ പറ. ഇതാരീ ഈ എൻ്റെ അമ്മ എന്നാന്ന് പറ. എങ്ങോട്ടാ വരണ്ടേ പറ. എങ്ങോട്ടാ വരണ്ടേ അച്ചു പറ. ആ കൊടുത്തു. അതാണ് സൂത്രം. അത് കണ്ട് കണ്ട് ബലൂൺ ഇങ്ങനെ ഒരു ഉണ്ട്. ഇതിൻ്റെ അകത്ത് സാധനം ഇടുവാ, എന്നിട്ട് ബലൂൺ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഒറ്റ അടിയല്ലേ. എടാ സൂത്ര. ഇതാരും സൂത്ര. ഇതാരും കട്ട് ചെയ്ത് കടലസല്ല ഇങ്ങനെ അമ്പാടാ സൂത്രക്കാര്. ഇത് അടിപൊളിയാക്കി കേട്ടാ. അടിച്ചു വാരണ്ടേ. മമ്മിക്ക് പടിയാക്കി ലാസ്റ്റ് മമ്മീൻ്റെ നല്ല കിട്ടും കേട്ടാ. ആ മോളെ വന്ന്. ആ പപ്പൻ്റെ മേത്ത്. ആ ശരി പപ്പൻ്റെ മേത്ത്. ദാസതി ഭയങ്കര സൂത്രം. ആ മമ്മിക്ക് പണി പറഞ്ഞില്ല. മമ്മിക്ക് എട്ടിന്റെ പണി മുഴുവൻ പൂരപ്പറമ്പാക്കി വെച്ചതല്ലേ. സാരല്ല, അതിന് ഇവള് ക്ലീനിങ് മാസ്റ്റർ ആണല്ലോ. ഇവളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കോളൂല്ല. ആ നീയും ഇല്ലേ ദേവാ? മോനും ഉണ്ട്, അച്ഛനും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇതെയാ ഇനി ഇതാ ഇത് ക്ലീൻ ചെയ്തിട്ടാകുമ്പോ സമ്മാനമൊന്നും ചോദിക്കാൻ പാടില്ല കേട്ടാ. എല്ലാം ചെയ്ത് കഴിഞ്ഞോണ്ട് സമ്മാനം. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ കുസൃതിയാണ്. അപ്പൊ ഇതിന് സമ്മാനമില്ല. ഇനി ശിക്ഷ കൊടുത്താൽ നമുക്ക് ഞാനോ ആ മതി മതി. അച്ചോ എന്താ ചെയ്തേ? പിന്നെന്താ ചെയ്തേ? അപ്പൊ ആരോ ഉത്തരവാദി ഇനല്ലോ? ഏച്ചിയാ? ഏച്ചി കേട്ടോ കേട്ടാ. സാധനം കുറ്റം പറയില്ല. ഒത്തുകളി. ആ ഓക്കെ. ആ ശരി. എന്തായാലും വേണ്ട, നീയും കാട്ടാക്കിണ്ട്. അപ്പൊ എല്ലാരും ഉത്തരവാദിയാ. മമ്മി അങ്ങനെ ആക്കട്ടെ കേട്ടാ. ഇവര് വൃത്തിയാകട്ടെ. ഇതുപോലെ ഓ ഇന്നലെ ലാസ്റ്റ് ആയണ്ടാ. അതെ ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുത്തു. ഇവിടെ സ്കൂൾ ബസ്സിൽ ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. ഇത് പുതിയ അറിവാന്നല്ല. വെരി ഗുഡ്. അല്ല മമ്മി, ഞാൻ വന്നത് സമയം 12:30. കുടലിന് ഭയങ്കര കത്തല്. എനിക്ക് മുട്ടയാണ് നമ്മളൊന്ന് പുഴുങ്ങി തിന്നാനോ. ഫിനിഷാക്കിയാ മോളില് 2 മുട്ട ഇടുന്നത്. അതാണ് എന്റെ ലക്ഷ്യം. ഓ എല്ലാം കത്തിച്ചാ. ലൈറ്റ് മമ്മി ഒന്നും കാണുന്നില്ല. അയ്യോ മമ്മി ഒന്നുണ്ടല്ലോ അല്ലെ? കോഴിമുട്ടയുള്ള എനക്ക് കോഴിമുട്ട മതി. ആ പുഴുങ്ങിയിട്ട് മറ്റേ ഹാഫ് പുഴുങ്ങല്ലേ ഇങ്ങനെ കോരി തിന്ന ആ ഒരു പരുവം മമ്മിക്കറിയാലോ. നീ ആക്കിയാലേ അത് കണക്കാവുള്ളൂ. ഞാനാക്കിയാലല്ല ഫുൾ പുഴുങ്ങി കട്ടയാവും. അത് വേണ്ട. നീ ഏതായാലും മമ്മീൻ്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ മുട്ട പുഴുങ്ങലാന്നേ. നോക്കാല എന്നാന്ന് ഹാഫ് വേവ് ഹാഫ് ബോയിൽ എന്നെല്ലാം പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ശരിയായിക്കളെ നമുക്ക്. ദേവാ ഇത് പഴുത്ത മാങ്ങിയ അതേടി. അതന്നെയല്ലേ ഈ അച്ചാറാക്കാരും ഇടുക സാധാരണ. പക്ഷെ ഇത് അച്ചാറൊന്നും എന്റെ അമ്മ എരിവിലടി. എനക്കത് നീ തിന്നാണ് എനിക്ക് രോമാഞ്ചോ. ഇതാ ഒരു രോമില്ല ഒന്നാ. മുട്ട പുൾസായി. വേണ്ടപ്പാ എനക്കെന്തായാലും വേണ്ട. ഇഷ്ടല്ല. മോള് തിന്നണ്ട. മോൾ അടിച്ചു വരും മമ്മി. അയ്യോ അനക്ക് അയ്യോ പുളി പറ്റൂല വേണ്ട. ആ മിറാക്കിൾ ഫ്രൂട്ട് ഇരുന്നിട്ട് വേണമെങ്കിൽ തിന്നിട്ട് വരും. എന്നാൽ നല്ല മധുരം ഉണ്ടാവും. കൊടുത്തതാ നമ്മളെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ അത് ഉണ്ടേ. ഞാൻ മിഞ്ഞാന്ന് കൊണ്ടുവന്ന് കൊടുത്തത് കളഞ്ഞ. ഇതാ ഇത് മിറാക്കിൾ ഫ്രൂട്ടാന്നേ. നീ തിന്നോക്കതാ നല്ല മധുരമായിരിക്കും. പിന്നെ ഞാനേ ഇത് മിഞ്ഞാന്ന് ചെടി വാങ്ങുന്നൊരു കടയുണ്ട് ടീ സെറ്റ്. അപ്പൊ ആടെ പോയപ്പോ
ആടുന്നോ തന്നെ ഇതും തന്ന് പിന്നെ ഒരു പുളിനാരങ്ങ ഉണ്ട് അവിടെ ആയത് കുഞ്ഞൊരു പുളിനാരങ്ങ. ഞാൻ ഇത് തിന്ന് മമ്മന്റെ 10 ഉണ്ടായിട്ട് നിങ്ങൾ തിന്നോ എല്ലാം മധുര പുളികളെല്ലാം മധുരാന്നും പറഞ്ഞിട്ട് ഈടെ വന്നിട്ട് ഞാൻ പറഞ്ഞ പുളിനാരങ്ങ കടിക്കുമ്പോല്ലേ മരണ ടേസ്റ്റ്, നല്ല കട്ടപ്പുളി മരണ ടേസ്റ്റ്. അനക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ ശരിയാണെന്നല്ല ഇത്ര മധുര. എന്നിട്ട് ഞാനത് ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഏതായാലും മിറാക്കിൾ ഫ്രൂട്ട് എന്നത്തെ 2 മണിക്കൂർ എന്റെ പോക്കാന്ന് പുളിയെല്ലാം മധുരാവല്ല. അപ്പൊ അത് മുതലാക്കാൻ വേണ്ടി ഇത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ തൈരെടുത്ത് എന്നിട്ട് ഒരു കോപ്പയിലാക്കി. സാധാരണ ഞാൻ തൈര് ലസ്സിയാക്കും, എങ്ങനെ മധുരത്തിലാക്കില്ല. ഈ പ്രാവശ്യം മധുരത്തിനാണ്ട് നല്ല ഇളക്കിട്ട് കോരി കുടി. ഇന്നലെ വന്നിട്ടുണ്ട് തൈര് കൊറേ കുടിക്കുന്നത്, തൈര് അങ്ങനെ കുടിക്കുന്ന കാണാനില്ല. മിറാക്കിൾ ഫ്രൂട്ട് പക്ഷെ എന്താണ് ഇതെല്ലാം മധുരോ ഭക്ഷണത്തിന് അങ്ങനെ രുചിയൊന്നും കിട്ടൂല എന്ന് കഴിഞ്ഞാല്. ഇതിന് കാര്യമായിട്ട് ചോയൊന്നുമില്ല. പക്ഷെ ഇത് ശരിക്കും ഒരു അത്ഭുത സംഭവം കേട്ടാ. ഗുളിക പോലെയേ ഉള്ളൂ. വേണ്ട മോള് തിന്നണ്ട, പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ശരിയാവില്ല. പക്ഷെ ഇത് ശരിക്കും ഗുണാവുന്നതായിരിക്കും അറിയാം. ഈ ക്യാൻസറിലും വന്നിരിക്കില്ലേ അവർക്ക് ഈ വായുരുചി ഇല്ലാത്ത കീമോ ചെയ്യുമ്പോൾ വായുരുചി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇത് കൊടുത്താല് ബാക്കി ഇതെല്ലാം തിന്നുമ്പോ നല്ല മധുരം കിട്ടുന്നൊക്കെയാണ് അവർക്കുള്ള നല്ലതാന്ന് പറയുന്നത്. എന്നാ ഇതന്നെട്ടാ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ മിറാക്കൾ ഇന്ന് ഇന്നലെ തല്ലപ്പ ഇന്നലെ സാമ്പാർ ഒന്നും എനിക്ക് വിശപ്പത്ര ശരിയായില്ല. അതുകൊണ്ടാ വിശക്കാണ്ട് തിന്നാ രുചി ഉണ്ടാവില്ല. നല്ല വിശന്നിട്ട് തിന്നണം. അല്ല നമ്മളെ മുട്ട ഇതാ തിരിക്ക് 2 ഭാഗമായിട്ടല്ലേ. ശ്രുതിന്റെ മുട്ടേന്റെ പാകം ഞാൻ കാണിച്ചതേ. സംഗതി ഒരു അടിപൊളി പാകാണ് ശ്രുതിന്റെ അല്ലെ മമ്മി? ഞാനോ മമ്മി കറക്റ്റ് ആക്കി തന്ന നമ്മളെന്താ പറയുന്നത്? ആ പറ. മമ്മി മുട്ടാക്കി തരുമ്പില്ലേ മുട്ട ചൂട വെച്ചതാണ്. എനിക്കില്ലേ കൊറേ സമയം കഴിഞ്ഞിട്ട് മമ്മി പോയി. അയ്യോ അതുണ്ടല്ല എടുത്ത് വെക്കാൻ അത് കട്ടയായി. അയ്യോ എന്നിട്ട് തിന്ന മക്കള് രസമുണ്ടായിനാ? ഞാൻ കുറച്ചാകുന്നില്ല. കട്ടയ രസമല്ലെങ്കിൽ മമ്മി സാധാകുമ്പോഴത്തെ രസം പകുതി വന്നത് സാധാ ആക്കുന്നല്ലേ. സ്പൂണിനെ കൊണ്ട് കോരുന്ന ഇഷ്ടല്ലേ? കണ്ടാ മക്കൾക്ക് സ്പൂണിനെ കൊണ്ട് കോരുന്ന ഇഷ്ടം. പിന്നെ ഇതാ വെക്കേഷൻ ആയതുകൊണ്ട് ഇതാ മക്കളെല്ലാം വീട്ടിലെല്ലാരും ഇതാ ഉത്സവാന്ന് കേട്ടാ. ശരിക്ക് ഇപ്പൊ അതാ നടക്കുന്നിടാ. മമ്മിയുടെ ശരിക്കും വട്ടം കെട്ടിക്കണ്ട. ഫ്രണ്ടിന്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറയും ഞാനിവിടെ 2 കൊണ്ടുപോയെന്ന് ഇന്നലെ പൂട്ടിയ പാടാത്. ഇനിയിപ്പോ നിന്റെ അവസ്ഥ എന്താന്ന് ഞാൻ ആലോചിക്കുന്നു. എന്നെ വിളിച്ചിട്ട് നീ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? സ്ഥലത്താ മക്കളുണ്ടെന്ന ഒരു കാര്യം ചോദിക്കും. ഡെയിലി നമ്മളെ വീഡിയോ പ്രതീക്ഷിക്കല്ലേ? എല്ലാ ദിവസവും മക്കളെ വെച്ച് വീഡിയോ. ഇന്ന് വന്ന് കയറപ്പോ കണ്ടതായത് ബസ്ന്ന് പറഞ്ഞു കയറി. ഞാനത് വരുമ്പോഴത്തേക്ക് ഇടിക്കുന്ന നല്ല കോലാക്കിട്ട് അത് കണ്ടപ്പോ നിനക്ക് മനസ്സിലായി മമ്മിന്റെ കാര്യം ഇന്നത്തേക്ക് കുതാകവാ. 2 മാസത്തേക്ക് ശരി ആയിട്ടോ മമ്മി? അവിടെ അത് മുട്ട പൊളന്ന് അയ്യോ ചീറ്റി പോയി തോന്നില്ല. അങ്ങനെ പൊളന്ന കോരി തിന്നാൻ കഴിയാ? കൊളാവാനാ ചാൻസ് കേട്ടോ. വീഡിയോ ആക്കുന്ന ദിവസം ഇവള് മിക്കവാറും കൊളാക്കലുണ്ട്. ആരെങ്കിലും ഗസ്റ്റ് കാര്യമെല്ലാം വരുമ്പോണ്ടല്ല വെച്ച് കഴിഞ്ഞാൽ കൊളാന്നേ. ഏതാണ്ട് ഇവിടെ നമ്മള് മാത്രമുള്ളപ്പം വെച്ച അടിപൊളി തിരക്കിട്ടിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ആക്കുന്നത് അമ്മയ്ക്കതും ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റിലാക്കണം. ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാക്കുന്നതെല്ലാം എങ്ങനെ കൊളായിരിക്കും? അത് വൈകോട്ട് മുൻകൂട്ടി വന്നിട്ട് പറയും ചെയ്യും ഇന്നാക്കുമ്പോ നല്ല ടേസ്റ്റിലാക്കാൻ. അതെന്തായാലും കൊളായിട്ടുണ്ടോ? കണ്ണുകൊണ്ടിരിക്കും അല്ലെ? ഈ 1000 നക്ഷത്രക്കാർക്ക് കണ്ണുണ്ട് കേട്ടാ. എന്റെ കണ്ണല്ല ഇവിടെ ആ ദിവസം കൈപ്പുണ്ണില്ല. മുട്ട വെക്കുമ്പോ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതെന്തെങ്കിലും. അതേപോലെ തന്നെ കേട്ടാ ഇതാ മുട്ട നോക്കിയിട്ട് ഒരു സ്ക്രാച്ച് കൊണ്ടിട്ട് ഇല്ല. അത് പാകത്തിന് നീ എടുക്ക, ഞാൻ വിദഗ്ധമായി കൊരി കുടിക്കാം. ഇതാവട്ടെ. അപ്പൊ ദാ നമ്മളെ മുട്ട റെഡി ആയിട്ടുണ്ട്. മമ്മീന്റെ മുട്ടേന്റെ പാകം ഞാൻ കാണിച്ചതേ. കറക്റ്റ് പാകം ചെറുങ്ങനെ പൊട്ടിക്കുക. ആദ്യം നുള്ളിക്കളയാം. വാ മമ്മി ഇങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത്. ശ്രദ്ധിയാന്ന് നമ്മളെ ക്യാമറാമാൻ ക്യാമറ ഗേൾ അല്ലേ മമ്മി? ഇത് കറക്റ്റ് അടി. നിനക്ക് എങ്ങനെ ഈ പാകം ആവുന്നേ? ഭയങ്കര അത്ഭുതാന്നല്ല. ഇതേണ്ട നല്ല ബബ്ലി ക്ലിയർ അല്ലേ മമ്മി? നല്ല അടുപ്പിച്ചെടുക്കുക. ഇത് നല്ല ബബ്ലി അടിപൊളി കേട്ടാ. എന്നിട്ട് ഇതിനായിട്ട് നമ്മൾ വാങ്ങിയ സ്പൂണാന്നേ. എടുത്ത് ഇത് വാങ്ങിയത് സൂപ്പർ മാർക്കറ്റിന്റെ വേണ്ടി വരും വാങ്ങിയല്ലേ? അങ്ങനല്ലേ? ഓക്കെ ബബ്ലി ആഹാ. ഇത് നോക്കിയിട്ടെ കണ്ടേ. ഇതേണ്ട പകുതി വെന്ത് മുഴുവൻ പോവാണ്ട നോക്കിക്കാം. ഈ മഞ്ഞന്റെ അവസ്ഥ ഉണ്ടേ. മഞ്ഞയും ഏതാണ്ട് പകുതി വെന്തിട്ടുണ്ടാവും. അപ്പൊ ഇതങ്ങനെ തിന്നോന്ന് വെച്ചാല് ഈ മഞ്ഞയും
ഈ അരുവിൽ ബന്ധ വെള്ളയും കൂടിയിട്ട് ഇങ്ങനെ കോരുക കണ്ട, എന്നിട്ട് രണ്ടും കൂടിയിട്ട് നല്ല അടിപൊളിയാണ്. ഒന്നും നടന്നില്ല. ആദ്യം കുറയണം തിന്നല അമ്മി, പിന്നെ കൊളസ്ട്രോൾ പിടിച്ചിട്ട് മമ്മി അധികം തിന്നില്ല, ഞാനും അധികം തിന്നില്ല. നമുക്ക് ഒന്നുകൂടി എടുത്തേട്ടാകട്ടെ. ഇതിന്റെ അരുവിലുള്ള വെള്ളം കംപ്ലീറ്റ് ഇപ്പൊ കട്ടയിട്ടാണുള്ള, ഉള്ളിലെ മഞ്ഞ മാത്രമേ ഉള്ളേ. അപ്പൊ ഈ മഞ്ഞ നമ്മളിതിങ്ങനെ നല്ല കുഴമ്പ് പോലെ ഉണ്ടാവും. അരുവിലെ വെള്ളം കണ്ടേ, കണ്ടാ കട്ടിയിൽ വരുന്നുണ്ട്. തോടുണ്ട്. ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ. തോട് പോയില്ലേ? പോയി. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കി തിന്ന് നോക്കാം. സൂപ്പറാണ്. ഞാനൊരു ആകത്തൊന്നും പെടില്ല. എൻ്റെ ഇത് കുറച്ച് ഉപ്പിടും. നല്ല രസമാട്ടോ അമ്മ. ഞാൻ ഉപ്പിട്ടെ നോക്കിയട്ടെ. ഇതിനകത്ത് നല്ല കുറച്ച് ഉപ്പ് ഇട്ടാണ്ടല്ലോ, പിന്നെ ഇതിന്റെ ടേസ്റ്റ് വേറെയാണ്. കുരുമുളകിന്റെ ഒന്നും ആവശ്യമില്ല മമ്മി, ഇത് മതി. ആ ലോകത്ത് ഏറ്റവും രുചിയുള്ള സാധനം ഉപ്പാണ്. ഉപ്പില്ലാത്ത ഭക്ഷണം ഉണ്ടല്ല, ഒന്നും കോണോടാലും വായിലൊക്കെ ഇങ്ങനെ തിന്നാൻ കഴിയില്ല. അപ്പോ ഉപ്പ് എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാല് ശരിക്കും ഉപ്പിലാന്ന് പോലും ലോകത്തെ ഏറ്റവും രുചി. ഏത് ഭക്ഷണത്തിന് രുചി ഉണ്ടാക്കണമെങ്കിൽ ഉപ്പ് വേണമെന്നാ പറഞ്ഞ. പായസത്തിലൊരു ഉപ്പിടുന്നില്ലേ മമ്മിയോ? പായസത്തിന് ജീവൻ ഉണ്ടാവും. പായസത്തിന് ജീവൻ ഉണ്ടാവില്ല. ആ ഡയലോഗ് എന്റെ അല്ലേ? അത് എന്റെ ഡയലോഗ് അല്ലേ? പായസത്തിന്റെ ജീവൻ ഉണ്ടാവും ഉപ്പോടത്തേക്ക് ഞാൻ കടെടുത്തു. സൂപ്പറാണ്. ഇത് കാണിച്ചിട്ടുള്ളൂ കാണിച്ചേട്ടാ. അടിപൊളി. എന്തായാലും മമ്മിയാക്കിട്ട് ചീരിയിട്ടില്ല. അടിപൊളിയാണ്. വളരെ വളരെ അടിപൊളി. നിങ്ങൾ തിന്നു നോക്കുക. തിന്നാ ഇങ്ങനെയാ തിന്നോളൂ മുട്ട. അമ്മയാക്കി തരുന്ന നിനക്ക്. ഓ നിന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയാക്കി തരുന്നയാ? ഓ ഇതിന്റെ ചരിത്രം എങ്ങനെയാ മമ്മി ഒന്ന് പറഞ്ഞാട്ടാ. അമ്മ നമ്മൾക്ക് ചെറുതിൽ ഇങ്ങനെ ആക്കിട്ട് ആക്കി തരാം. നമുക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ശരിക്കും മുട്ട പുഴുങ്ങി തിന്നാന്നല്ലോ വൈറ്റമിൻസ് എല്ലാം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പോലെ മുട്ട തിന്നണ്ടേ? ഫുൾ വേവിക്കാൻ പാടില്ല. ഫുൾ വേവിച്ചതിന്റെ വൈറ്റമിൻസ് പോയി പോകില്ല. താറാമുട്ട ഇങ്ങനെ രസമുണ്ടോ അമ്മേ? താറാമുട്ട വേറെ തന്നെ ഒരു ചോയ ഉണ്ടാവും. അതാ പ്രശ്നം. അനക്ക് കോഴിമുട്ട ഇഷ്ടം. മക്കള് തിന്നും. മക്കൾക്ക് ഏത് മുട്ടയാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കിട്ടിയാ മതി. ഇങ്ങനെ ആക്കി കിട്ടണം. ഇതിപ്പോ എന്റെ ടൈം വേണ്ട. കറക്റ്റ് 12:50. ശരിക്കും ഒരു പൈനർക്ക് തിന്നാലാ. പൈനർക്ക് തിന്നു കഴിഞ്ഞാല് പൈനർക്കുള്ള ചായ കൂടിയായി. പിന്നെ ഒരു 1:30 ഭക്ഷണം കഴിച്ചാൽ സെറ്റ്. ഇടായിട്ടുണ്ടാ മമ്മി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചെടുത്ത താടിക്ക് മുട്ടയായിട്ട്. എന്താ പിന്നെ മമ്മി? ഓക്കെ. ലേറ്റ് ആയി പോയ വരാൻ വേണ്ടിട്ട്. ലേറ്റ് ആയി പോയെന്ന് ഒരു 11:30 കസ്റ്റമറുടെ ഷോപ്പിലെ ഇപ്പൊ നോമ്പ് തീർന്നില്ലേ? അപ്പൊ ഇനി ഏപ്രിൽ സീസണിൽ വരുന്നത്. അപ്പൊ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കാ ഷോപ്പില്. അതുകൊണ്ട് വരാം ലേറ്റായി മമ്മി. എന്റെ അടുപ്പത്തെ കരിയും കേട്ടാ. മമ്മി ക്യാമറയും പിടിപ്പിച്ച് മീന് കരിയും. ശരി മമ്മി, ഞാൻ നല്ല ഷോപ്പിലേക്ക് വിടാം. എന്നാ പിന്നെ കുക്കിംഗ് പരിപാടി നോക്കും. എന്നാ പിന്നെ ഷോപ്പിൽ പോയിട്ട് ഒരു മിനിറ്റാ. ഷോപ്പിൽ പോയിട്ട് മിറാക്കിൾ ഫ്രൂട്ട് ആരെങ്കിലും തീരിക്കട്ട് വാങ്ങിയെടുത്ത് വെച്ചില്ല. പറയണ്ടാട്ടാ ഇങ്ങനെ സംഭവം. ചതിയല്ലേ? അങ്ങനെ ആക്കിയല്ലേ? പറയാണ്ട് ഒരാൾക്ക് പറയാണ്ട് കൊടുത്തോക്കെ. എല്ലാവർക്കും കൊടുക്കും. അത് പറയും. എന്തായാലും ഇതെടുത്ത് ഗംഭീര വീഡിയോ ആക്കാം നമുക്ക് കേട്ടാ. പോയിട്ട് എന്നാ പിന്നെ മമ്മി ഞാനെന്നാ മിറാക്കിൾ ഫ്രൂട്ട് എടുത്തിട്ട് ആക്കണ്ട്. ആ മാങ്ങ ഉണ്ടല്ലോ എടുത്ത് വെച്ചിട്ട് പുളിയുള്ള മാങ്ങയും മിറാക്കിൾ ഫ്രൂട്ടും എല്ലാരും ചതിച്ചോ. വല്ലാത്ത ചതിയായി പോയി. അപ്പൊ നമ്മള് ഷോപ്പിലെത്തിയിട്ടുണ്ടേ. വർഷക്കാ വേണ്ടത് രാശി ഇത് നോക്കുന്നത് ആണോ? ഇതാണ് മിറാക്കിൾ ഫുഡ്. എല്ലാം മധുരാവുന്നല്ലേ? ഒരു കടി അടിച്ചേടാ. അബിക്കും കൊടുത്തൊന്ന് എല്ലാരും തിന്നാ. എനിക്ക് സാധനം ഉണ്ടല്ലോ. എടാ അബി ഒന്ന് കടിച്ചേടാ. അബി കൊടുക്ക ഒരു രസം അബി കൊടുക്ക്. ആ ഒന്ന് അങ്ങനെ കൊടുക്ക. ശാലു തിന്നോക്കട്ടെ. നല്ലോണം വായില അരിച്ച് തിന്നണേ. നാവിൽ നല്ല അരിച്ച് തിന്നണോ? പുളിയുണ്ടാ? പുളിയൊന്നുമില്ല, ഒരു മധുരല്ലേ? ഇതാടാ മിറാക്കിളാന്ന്. പക്ഷെ കുറച്ച് കഴിയണോ, ഒരു 2 മിനിറ്റ് കഴിയണോ, എന്നിട്ട് കഴിക്കണേ. അതിനല്ലേ മാങ്ങ കൊണ്ട് വന്നിട്ട് വർഷേ മാങ്ങ മുറിച്ച് തിന്നോക്കിയാട്ടെ. നല്ല മധുരായിരിക്കും. മധുരം നേട്ടോട് വെച്ചടിച്ച് കയറ്റി.
തിന്നില്ല, നാവിലായിട്ടില്ല, വായിലായിട്ടില്ലേ? നോക്കാലോ നമുക്ക് എന്തുണ്ട്. ഷെബീറിന് നോമായിട്ട് ഷെബീർ രക്ഷപ്പെട്ടിട്ടാ. എന്നാ എടാ ചെക്കനെ കൊടുത്തിട്ടില്ല വർഷം. അതെ എന്നാ വേണ്ട, എനിക്ക് വേണ്ട. ഞാനേ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി മാങ്ങി കൊണ്ടുവന്നിട്ട് കേട്ടാ. നല്ല നമ്പ്യാറ് മാങ്ങ, പച്ച മാങ്ങയാണ്, പുളിയുള്ള മാങ്ങയാണ്. ആയാ എടാ ഒന്ന് വർഷ ഒന്ന് കത്തിയെടുത്ത് നമുക്ക് നോക്കാല്ല, മുറിച്ച് നോക്കല്ല, മുറിച്ച് തിന്നോട്ടെ. നല്ല കോമഡി. ഇവളോട് ഇന്നലെ ഞാണ്ടല്ലേ കട്ടടിയാക്കാൻ പറഞ്ഞേ. അപ്പൊ അടി മറ്റേ കരണ്ടിന്റെ അല്ലേ? ആ കരണ്ടിന്റെ കെറ്റില് പിന്നെ ഇവള് ആക്കി സ്വിച്ച് ഇട്ട ഭയ്യ തിളച്ചിട്ടൊന്നുമില്ലല്ലേ? ഇവളെന്ത് ചെയ്ത് തിളച്ചെന്ന് വിചാരിച്ചിട്ട് ബാഗ് അനക്ക് കട്ടൻ ചായ കൊണ്ടുവന്നിട്ട് ഞാൻ പിടിച്ചു നോക്കുമ്പോ തണുക്കുന്ന സാധനം. ലാസ്റ്റ് അന്നേരം പറയുന്നത് ഇപ്പൊ ഞാനും വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ തണുപ്പില്ല, തണുക്കുന്ന ചൂടില്ലാത്ത നോക്കുമ്പോ പച്ച വെള്ളത്തില് ചായപ്പൊടി ഇഞ്ചാതി ഒരു മണ്ടൂസത്തിൽ ലോകത്തുണ്ടാവില്ല. എല്ലാരും മിറാക്കൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടേ. ശ്രീലക്ക് പുളിയല്ല ഇവക്ക് സാധനം അധികം കിട്ടിയില്ല. സാധനം എങ്ങനെയുണ്ട്? നല്ല മുതലാ ചെറുങ്ങനെ തിന്നോണ്ടാ നോക്കട്ടാ. നീ ഇതാന്നൊന്ന് അടിച്ചു മാറ്റിയാ കംപ്ലീറ്റ്. നല്ല മധുരല്ലേ? എന്നാ കുറച്ച് തൈരെല്ലാം വാങ്ങി കുടിച്ചു കഴിഞ്ഞു. ഞാൻ ശരിക്കും അവസ്ഥ ഇല്ലല്ലേ? ചെറിയൊരു കടി, അതിന്റെ ചെറിയൊരു കടി അടിച്ചിട്ടുണ്ട്. നീ നല്ലോണം തിന്നിട്ടില്ലേ? ഓന് കൊടുത്തില്ല കേട്ടാ, ഓന് കൊടുത്തില്ല. കാരണം 2 ഉണ്ടായിട്ടുണ്ട്. 2 ഇവര് ഷെയർ ആക്കി വെച്ചിട്ട് എന്തായാലും ഒരു അനുഭവം തന്നെയല്ലേ സാറിനല്ലേ? ഭയങ്കര അത്ഭുതം കേട്ടാ. വെറുതെ മിറാക്കലിന് പേരിടുന്ന് അല്ല വർഷേ? ശരിയായ മിറാക്കള്. വേഗം ഇപ്പം പോയിട്ട് പുളിനാരങ്ങ എല്ലാം വാങ്ങി തിന്നോ. ഇങ്ങനെയല്ലേ തിന്നാൻ കേളും, ഇല്ലെങ്കിൽ പുളിനാരങ്ങ തിന്നാൻ കഴിയാ. അത്ഭുതക്കായ. എന്തായാലും നമ്മളെ ഷോപ്പിലുള്ളവർ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സമയം ഉച്ചയായി, ഭക്ഷണം കഴിക്കേണ്ട സമയമായി. എൻ്റെ വണ്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്റ്റാഫിൻ്റെ ബുള്ളറ്റിൻ്റെ ചാവിയാണ് ഇപ്പം വാങ്ങിയത്. സത്യം പറയാല്ല, ബുള്ളറ്റിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ എന്നാണ് ചെവിക്ക് പഞ്ഞി വെക്കണം ഇതിൻ്റെ ആ ഗുടുഗുട് വെച്ചോണ്ട്. സുധിയ മിറാക്കൽ ഫുഡെല്ലാം കഴിച്ചു കേട്ടാ. എന്താ നല്ല ടേസ്റ്റ്. ഇത് മാങ്ങ കൊണ്ടല്ല, മാങ്ങ നോക്കുമ്പോ തീർന്ന് പെട്ടെന്ന് തേജോയി. ഇത് നല്ല മധുരല്ലേ? കടിച്ചു തീർന്ന് എല്ലാരും കൂടി കടിച്ചു തീർന്നപ്പോഴത്തേക്ക് മാങ്ങ കാലി. ഞാൻ പറഞ്ഞ അപ്പം പോലെ പുളിനാരങ്ങ അതിന്റെ മൈദ അടിച്ചു. ആ അതിന്റെ പറയാ എന്നും കിട്ടുമോ ഇത്? ഇത് നല്ല മധുരല്ലേ? പക്ഷെ ഒരു കാര്യം, ചോറ് കറി നിന്നുമ്പോ അത് ശരിയായ ടേസ്റ്റ് കിട്ടൂല. ടേസ്റ്റ് ചെറിയ മാറ്റം ഉണ്ടാവും. വൈകുന്നേരം പാടി. ഇത് നല്ല മണം വരുന്നുണ്ടല്ലോ. ശ്രുതിന്റെ ഇത് സ്പെഷ്യൽ കൂന്തൽ. എന്തായത് സാധനം ശ്രുതി? കൂന്തൽ റോസ്റ്റാ? നല്ല പറ്റിച്ച കൂന്തൽ റോസ്റ്റ് അല്ലേ? തന്നെ വേറെന്താ കറി? ഇതും മറ്റേ ബീട്രൂട്ട് വറവ്, പിന്നെ സാമ്പാർ കറി, പിന്നെ മീൻ കറി. എല്ലാം ഇത് എന്റെ മോക്കിന്ന് ലീവ് ആയതുകൊണ്ടല്ലേ പൊളിച്ചല്ല തകർത്ത്. നീ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. എന്റെ കൊളസ്ട്രോള് കൂടുകൂടി തിന്ന് തന്നിട്ട്. എന്നാ വേഗം നോക്ക്, മുട്ടയെല്ലാം കത്തി. ഇതാ എനിക്ക് വിശക്കുന്ന, അതാ വേഗം പാചകം വന്നേ. ആ അല്ല പറയുന്നു. വേഗം നോക്ക്, വേഗം നോക്ക്. മമ്മി ഫുഡ് ഏതാണ്ട് ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഏതാണ്ടായില്ലേ? കൂന്തലായി കഴിഞ്ഞ് പിന്നെ ബാക്കി കറിയെല്ലാം സെറ്റാന്ന് തിന്നേ ഉണ്ടു. കൂന്തൽ ആവുന്നല്ലോ മുമ്പ് ഞാൻ ഏതായാലും പോയിട്ട് ഭക്ഷണം കഴിക്കട്ട്. അപ്പോഴത്തേക്ക് ഇതാവുമല്ല, തിന്ന് പതിയാകുമ്പോഴത്തേക്ക് ഇതാവൂലേ? ആ എന്നാ പിന്നെ ഞാൻ ഏതായാലും അടക്കം തിന്നാ വിശന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല. പഴം തിന്ന ഉച്ചക്ക് പഴം തിന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇപ്പൊ ഉച്ചക്ക് നല്ല ചോറും സാമ്പാറും വെച്ച് തുടങ്ങാം. തീരാനാവുമ്പോ നീ കൂന്തൽ ഫ്രൈ കൊണ്ടുവന്നാൽ മതി. നമുക്ക് പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഒരു സംശയം ഉണ്ട്. ഇതിന്റെ നല്ല വിശപ്പുള്ള പോലെ ഇറക്കണ്ട്. നല്ല വിശപ്പുള്ള പനക്ക് ഇതിന്റെ മണം എല്ലാം അടിക്കുമ്പല്ലേ വായിലിങ്ങനെ തന്നെ ഒരു വെള്ളം പൊട്ടി വരുന്നുണ്ട്. കിടില കിടില അറിയൂട്ടാ. എനിക്ക് ഈ മണം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിന് ഉപ്പുണ്ടായതുകൊണ്ടാണ് എനിക്ക് ഏതാണ്ട് തിരിയും. കഴിവാന്ന് അതിങ്ങനെ മുകളിലെത്തുമ്പോ തന്നെ ഉപ്പിന്റെ എല്ലാം മണം വരും കറക്റ്റ് ആയിട്ട്. യു മീൻ പോലീസ് ഡോഗ്? അടി ഇതെല്ലാം ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന കഴിവാണ്, മനസ്സിലായ? കണ്ടിട്ടുണ്ടോ? മണം പിടിക്കുന്ന കറിയൊക്കെ നല്ല രുചിയുള്ള കറിയാണെങ്കില് മണം പിടിച്ചാൽ കിട്ടും. ഒന്ന് കൂടിയാണ്. പിന്നെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മമ്മിന്റെ വക സ്പെഷ്യലാണ്. രാത്രി മമ്മിന്റെ വക പല പല സ്പെഷ്യലും ഇല്ലേ? ഉച്ചക്കത്ത് ചൂടാക്കി തിന്നത് അത് മിക്കവാറൊക്കെ തന്നെ ഉണ്ടാവും കേട്ടാ. ഉച്ചക്കാക്കിയത് ബാക്കിയുടെ രാത്രി എടുക്കാല്ല. ഞാൻ രാത്രി ശനിയാഴ്ച ആണെങ്കിൽ എന്തെങ്കിലും
കടിച്ചു പിടിക്കാനുള്ളത് കിട്ടിയ സന്തോഷം. അല്ലെ ദോശ, അല്ലെ ദോശ, മീൻകറി, ഇതെല്ലാം നമുക്കൊക്കെ. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ രാത്രിയാക്കും. ചോറ് തിന്നല്ലോ. അപ്പൊ ചോറ് രാത്രി തിന്നുമ്പോ ഒരു സുഖമില്ല. ഉച്ചക്ക് തിന്ന് മടുത്തിന്. ഇപ്പൊ രാത്രി അതിപ്പോ മക്കള് ശീലിച്ച് ഞാനെല്ലാം പണ്ട് മുതലേ ചോറ് രാത്രി തിന്നുകൊണ്ടത്. ഷുഗർ കൊളസ്ട്രോൾ സ്ഥിരം ചോറ് തിന്നായിരിക്കാം ഷുഗർ. നമുക്ക് രാത്രി ചപ്പാത്തി, ഇത് അല്ലെങ്കിൽ പൊറോട്ട, അങ്ങനെ ദോശ, ഇതെല്ലാം നമ്മളെ സാധനങ്ങൾ കേട്ടാ. ശരി, ഏതായാലും കഥ പറയുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഏതായാലും എനിക്ക് ബെസ്റ്റ് നീ സാമ്പാറിലേക്ക്. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലേ മമ്മി, ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ആണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ശനിയാഴ്ച പറയുന്നല്ലേ മമ്മി? എന്നാ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.